ഇന്ന് വയലും വീടും പരിപാടിയിൽ പാലും പാലിൽ നിന്ന് ലഭിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അവയുടെ സാധ്യതകളും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് പറഞ്ഞു തരാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ രജീഷാണ്. ഡോക്ടർ രജീഷ്, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഡോക്ടർ രജീഷ്, പാലിനെക്കുറിച്ച് സംസാരിക്കുമ്പം ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഏറ്റവും ഒരു സമ്പുഷ്ടമായ ഒരു ആഹാരമാണ് നമ്മളെല്ലാവരും അതിനെ വിശേഷിപ്പിക്കുന്നതും നമ്മളത് മനസ്സിലാക്കുന്നതും. ഇപ്പം നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തിലും നമ്മൾ നോക്കുമ്പം പാലിൻ്റെ ഉൽപ്പാദനവും ഇതിൻ്റെ ലഭ്യതയും ഇതിൻ്റെ ഒരു തൽസ്ഥിതി എന്തുവാണ്? സാർ, ഇപ്പം 2024 പുറത്തിറങ്ങിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം കഴിഞ്ഞ 25 വർഷമായിട്ട് ലോകത്ത് 1-ാം നമ്പർ സ്ഥാനത്ത്, അതായത് പാലുൽപാദനത്തിൽ 1-ാം നമ്പറിൽ നിൽക്കുന്ന രാജ്യം നമ്മുടെ ഭാരതം തന്നെയാണ്. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ 23-24 ലഭ്യമായ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അതിൽ 240 മില്യൺ മെട്രിക് ടൺ പാലാണ് ആ വർഷം ഒക്കെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചത്. അതിൽ ആളോഹരി ലഭ്യത നോക്കുകയാണെങ്കിൽ 471 ഗ്രാം പാലോളം നമ്മുടെ ഒരു ശരാശരി ഭാരതീയന് ലഭിക്കുന്നുണ്ട്. അതേസമയം ലോകത്തിലെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ അത് വെറും 120 ഗ്രാം ആണ്. പിന്നെ ഏകദേശം 4% വളർച്ചാ നിരക്കിൽ പാലുൽപാദനത്തിൻ്റെ റേറ്റ് വർഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഫുഡ് ഇൻഡസ്ട്രീസിൻ്റെ അനുമാനം പ്രകാരം 2031 ആകുമ്പോഴേക്കും പാലിനും പാലുൽപ്പന്നങ്ങൾക്കും ഉള്ളൊരു ഡിമാൻഡ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ ഏകദേശം 30% വർദ്ധിക്കുമെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഈ മേഖലയിൽ നിരവധി സാധ്യതകളുണ്ട്. തീർച്ചയായും. കാരണം ഉൽപ്പന്നങ്ങളോടുള്ള ആളുകളുടെ ആഭിമുഖ്യം കൂടി വരികയാണ്. ജന്മം കൊണ്ട് തന്നെ ഒരു ഫങ്ഷണൽ പ്രോഡക്റ്റായിട്ട് അല്ലെങ്കിൽ ഉൽപ്പന്നമായിട്ട് അറിയപ്പെടുന്ന ഒരു കാർഷിക പാല് തന്നെയാണ്. പാലിനൊരു ആങ്കർ പ്രൈസിങ്ങിനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊന്ന് പറയാം, ഇതെന്തുവാണ്? ആങ്കർ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ പാലിൻ്റെ മാജിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം നമ്മൾ ഈ കറന്നെടുത്ത ഫ്രഷ് പാൽ അല്ലെങ്കിൽ നമ്മൾ പച്ചപ്പാൽ എന്നൊക്കെ പറയുമല്ലോ, അതിന് 1 ലിറ്ററിന് ശരാശരി 100 മുകളിൽ തന്നെ പല ആളുകളും ആ രൂപ ചെലവഴിച്ച് വാങ്ങുന്നുണ്ട്. ഒരു റോ മെറ്റീരിയലിന് പ്രോസസ്ഡ് മെറ്റീരിയലിനെക്കാളും ഒരു വില ലഭിക്കുന്ന ഒരു സംഗതിയാണ് ഈ ആങ്കർ പ്രൈസിംഗ് അല്ലെങ്കിൽ നങ്കൂര വില എന്നുള്ള രീതിയിൽ. ഇത് പാലിന് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നില്ല. കാർഷിക വിളകൾ പാലിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു സവിശേഷത ഇതാണ്. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. ഇപ്പം മീനായാലും പച്ചക്കറികളായാലും അതൊരു പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന വില നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരു വിലയാണ് അതൊരു ഉൽപ്പന്നമായി മാറുമ്പോൾ സംഭവിക്കുന്നത്. പക്ഷേ ഈ ആങ്കർ പ്രൈസിങ് നിലനിൽക്കുമ്പോഴും ഒരു പ്രോസസ്സിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ പ്രാധാന്യം ഒട്ടും കുറയുന്നില്ലല്ലോ. ഇല്ല, ഒരിക്കലും ഇല്ല. അത് പാല് ആസച്ച് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സൂക്ഷിപ്പ് മേൽമ വളരെ പ്രഡിക്റ്റബിളാണ്. 6 മണിക്കൂർ കൊണ്ട് തന്നെ പാല് ചീത്തയായി പോകും. പക്ഷേ നമ്മളതിനൊരു ഉൽപ്പന്നമായി കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൂക്ഷിപ്പ് മേൽമ 2 ദിവസം, സാധാരണ പാലാണെങ്കിൽ ഫ്രിഡ്ജിൽ നമുക്ക് 2 ദിവസം വരെ സൂക്ഷിക്കാം. അതൊരു മറ്റൊരു ഉൽപ്പന്നങ്ങളായി കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പം തൈരാണെങ്കിൽ 20 ദിവസം അല്ലെങ്കിൽ 40 ദിവസം, ഒരു പാലുൽപ്പന്നം ഐസ്ക്രീം പോലെയുള്ള ഉൽപ്പന്നങ്ങളായിട്ട് അത് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 1 വർഷം വരെ സൂക്ഷിക്കാം. അതോടൊപ്പം തന്നെ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 മടങ്ങ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഒരു റിട്ടേൺ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ അതൊരു സംസ്കരണശാല ആയിക്കോട്ടെ, ഒരു ചെറുകിട കർഷകനായിക്കോട്ടെ, പാൽ അതിൽ നിന്നൊരു ഉൽപ്പന്നമായി മാറുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് 10 മടങ്ങാണ്. അപ്പം പാൽ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് നമുക്ക് തൈരുണ്ട് അല്ലെങ്കിൽ ഘീ ഉണ്ട്, ഇതെല്ലാം നമുക്ക് സാധാരണ എല്ലാവരും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊഴിച്ച് മറ്റ് ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയുണ്ട്? ഈ പാലും കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും? ഒരു മൂല്യവർദ്ധനം എന്ന് പറയുമ്പോൾ എനിക്കതിൽ ഏറ്റവും സവിശേഷമായി തോന്നുന്നത് ഈ 2011 ഇറങ്ങിയ ഈ അഗ്രികൾച്ചറൽ എക്കണോമിക്സ് റിസർച്ച് റിവ്യൂവിൻ്റെ ഒരു വിശേഷണമാണ്. അതിൽ ഈ മൂല്യവർദ്ധനവിനെ പറയുന്നതെന്ന് പറഞ്ഞാൽ വാല്യൂ അഡീഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവെർട്ടിംഗ് ഡെഫിഷ്യൻസി ഇൻ ടു സഫിഷ്യൻസി ബൈ എഫിഷ്യൻ്റ്ലി. അതാണ്. അതായത് നമ്മുടെ കുറവുകളെ നമ്മുടെ കഴിവുകൾ വെച്ച് നിറവുകളാക്കി മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നമ്മളൊരു പാല് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ മറ്റു വസ്തുക്കളായിട്ട് നമ്മുടെ ഒരു സംസ്കരണം അല്ലെങ്കിൽ നമ്മുടെ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ ലൈക്നെസ് അതൊക്കെ വെച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ 10 മടങ്ങാണ് അതിൻ്റെ വാല്യൂവിൽ വർദ്ധിക്കുന്നത്. അപ്പം ഇതോടൊപ്പം തന്നെ അതിൻ്റെ പല തട്ടിലുള്ള വാല്യൂവും വർദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പാക്കേജിങ് എന്ന് പറയുന്നത് തന്നെ ഒരു വാല്യൂ അഡീഷനാണ്. ഇപ്പം പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഈ വാല്യൂ അഡീഷനെ നമുക്ക് 2ആയിട്ടൊക്കെ തിരിക്കാം. ഈ ഇപ്പോൾ എല്ലാം 2.0 അല്ലെങ്കിൽ പാർട്ട് 2 എന്നുള്ള ഇതാണല്ലോ, അല്ലെങ്കിൽ തുടരും എന്നുള്ള രീതിയിലൊക്കെയാണല്ലോ പോകുന്നത്. അപ്പം ഈ മൂല്യവർദ്ധനവിൻ്റെ ആദ്യത്തെ ഫേസ് എന്ന് പറയുമ്പോൾ ഈ നഗരങ്ങളിൽ വന്ന് അല്ലെങ്കിൽ ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാല് നഗരങ്ങളിൽ കൊണ്ടുവന്ന് വിറ്റ് കൂടുതൽ വില കിട്ടുന്നു. ഇപ്പോഴും അത് ഒരു ഇതുണ്ട്, ഈ ക്യാനിലൊക്കെ പാല് ഇപ്പോഴും കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ വാല്യൂ അഡീഷൻ്റെ 2ാം ഫേസ്, അതാണ് ഇപ്പോൾ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ. ഇത് വരുമ്പോൾ കൂടുതലും കൺസ്യൂമർ കേന്ദ്രീകൃതമായിട്ടുള്ളതാണ്. അതായത് നമ്മൾ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഉൽപ്പന്നം നമ്മുടെ മുമ്പിൽ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇന്ന് വാല്യൂ അഡീഷൻ്റെ ഏറ്റവും അവസാനത്തെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. ഇനി ഈ ഒരു ന്യൂജൻ കാലഘട്ടത്തിൽ ഇനി വാല്യൂ അഡീഷൻ 3.0 4.0 ഒക്കെ വരാം. സാർ ചോദിച്ച പോലെ ഉൽപ്പന്നങ്ങളുടെ കാര്യം ചോദിച്ചാൽ പണ്ട്
6 തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഈ ഫാറ്റ് റിച്ച് ഉൽപ്പന്നങ്ങൾ, കൊഴുപ്പ് അധികരിച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ, നമ്മൾ ഗീ അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ ഈ അമ്ലം ഉപയോഗിച്ച് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ്, സിട്രിക് ആസിഡ് ഒക്കെ ഉപയോഗിച്ച് പാല് പിരിച്ചുണ്ടാക്കുന്ന പനീർ പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ തണുപ്പിച്ചുണ്ടാക്കുന്ന ഐസ്ക്രീം പോലത്തെ ഉൽപ്പന്നങ്ങൾ, വറ്റിച്ചുണ്ടാക്കുന്ന കോവ, പേട പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ ഈ ബാക്ടീരിയയുടെ സാന്നിധ്യത്തിലും എൻസൈമിൻ്റെ സാന്നിധ്യത്തിലും പാലിനെ പിരിച്ചുണ്ടാക്കുന്ന ചീസ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ നമ്മളുടെ പ്രചാരമായ പാല് പുളിപ്പിച്ചുണ്ടാക്കുന്ന അല്ലെങ്കിൽ കിണ്ണനാധിഷ്ഠിതമായ ഫെർമെൻറ്റഡ് ഉൽപ്പന്നങ്ങൾ. ഇതിനു പുറമെ 7ാമത്തെ ഒരു കാറ്റഗറി ആയിരുന്നു പാൽ പാനീയങ്ങൾ. പക്ഷേ 2020 ഒക്കെ എത്തി, നമ്മൾ ഈ ഒരു കൊറോണയ്ക്ക് മുമ്പ് തന്നെയാണ് 2019-20 കാലഘട്ടത്തിൽ ഈ ഒരു ട്രെൻഡിന് നല്ലൊരു മാറ്റം വന്നു. ഒരു മാറ്റം വന്നപ്പം പൊതുവേ ഈ പറയുന്ന 7 കാറ്റഗറി എന്നുള്ളത് 4ആയിട്ട് ചുരുങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന 7 കാറ്റഗറിയെ ക്ലാസിക്കൽ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് ചുരുക്കി. അതായത് നമ്മൾ കണ്ടുവരുന്ന തൈര്, യോഗട്ട്, ചീസ് പോലെയുള്ളതെല്ലാം ക്ലാസിക്കൽ, അതായത് എപ്പിക് പ്രോഡക്ട്സ് ആണ്. പിന്നെ വരുന്നത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്നുള്ള രീതിയിൽ ഈ പഞ്ചസാര കുറഞ്ഞത്, ഉപ്പ് കുറഞ്ഞത്, അല്ലെങ്കിൽ എണ്ണ കുറഞ്ഞത്, അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ആ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്നുള്ള ചെറിയൊരു മാറ്റം വരുത്തി ടുവേർഡ്സ് ഹെൽത്തി എന്നുള്ളൊരു ആസ്പെക്ട് വന്നു. പിന്നെ വരുന്ന 3ാമത്തെ കാറ്റഗറിയാണ് ഫങ്ഷണൽ ഡയറി പ്രോഡക്ട്സ്. അതാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രചാരത്തിൽ വരുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരം പണ്ട് ഹിപ്പോക്രാറ്റസ് പറഞ്ഞ പോലെ മരുന്നായിട്ട് മാറുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ന് കൂടുതൽ ഡിമാൻഡ് വരുന്നത്. അതായത് ഭക്ഷ്യസുരക്ഷയുടെ HFSS കാറ്റഗറിയിൽ വരുന്ന ഉൽപ്പന്നങ്ങൾ. പിന്നെ വരുന്നത് ഒരു പുതിയ ട്രെൻഡാണ്. ഈ പശുവിൻ്റെ പാലും അമ്മയുടെ പാലൊക്കെ കുടിച്ച് ബോറടിച്ചു, ഇനി പുതിയ ഇനം പാലുകൾ തേടിയുള്ള യാത്രയിലാണ്. അതായത് മിൽക്ക് ഓഫ് അനദർ സ്പീഷീസ്, പുതിയ ജീവികളുടെ പാലിലേക്കുള്ളൊരു ട്രെൻഡും വരുന്നു. അങ്ങനെ 4 കാറ്റഗറിയിലാണ് ഈ കോവിഡാനന്തര കാലഘട്ടത്തിൽ പാലുൽപ്പന്നങ്ങളെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാറ്റഗറി സാർ പറഞ്ഞ മാതിരി ക്ലാസിക്കലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. തൈരുണ്ട്, ഘീ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇപ്പം ഈ പുതിയതായിട്ട് വരുന്ന ആ കാറ്റഗറിയിൽ ഫങ്ഷണൽ ഫുഡ് എന്ന് സാറ് പറഞ്ഞു, അതിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ വരും? ഈ ഫങ്ഷണൽ ഫുഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത എണ്ണം ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നാൽ അത് ഒരു ആരോഗ്യപ്രദമായ ഒരു അവസ്ഥ നമ്മളിൽ സംജാതമാക്കും. അതാണ് പ്രോബയോട്ടിക്കുകൾ. എല്ലാ ഉൽപ്പന്നങ്ങളും നോക്കിയാലും നമുക്കറിയാം. ഇപ്പം പണ്ട് യോഗട്ട് അല്ലെങ്കിൽ തൈരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രോബയോട്ടിക് തൈര്, പ്രോബയോട്ടിക് യോഗട്ട്, എന്തിനാണ് കുറച്ച് ബെനിഫിഷ്യൽ ബാക്ടീരിയകൾ ചേർത്തുകൊണ്ടാണ്. അത് ആ ഒരു പ്രോസസ്സിംഗ് ആണ്. അതിന് പലതും പേറ്റന്റഡ് പ്രോസസ്സിങ്ങുകളൊക്കെയാണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ബാക്ടീരിയകൾ വളരെ സീക്രട്ടാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാം. എന്നാലും ഓരോ കമ്പനി ഉപയോഗിക്കുന്നത് വളരെ അവരുടേതായ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് അതിനൊരു കോപ്പിയടി അത്രയും പ്രാവർത്തികമല്ല. അത് ഇപ്പം അത്തരം ബാക്ടീരിയകൾ വിപണിയിൽ ലഭ്യമാണ്. ഒരു ചെറുകിട കർഷകനും അത്തരം ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കാം. അപ്പോൾ ഒരുപാട് പേര് ആ മേഖലയിൽ പ്രോബയോട്ടിക് യോഗട്ട് പോലുള്ള മേഖലകളിൽ വരുന്നുണ്ട്. പിന്നെ പ്രോബയോട്ടിക് ഈ ഫെർമെന്റഡ് ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഇപ്പം പ്രോബയോട്ടിക് ഐസ്ക്രീം ലഭ്യമാണ്, പ്രോബയോട്ടിക് ബട്ടർ ലഭ്യമാണ്, പ്രോബയോട്ടിക് ചീസ് ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളെയും ഒരു പ്രോബയോട്ടിക് എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് വന്നിട്ട് അതൊരു ഹെൽത്തി ആക്കുകയും അതിനുപരി ആ ഒരു ഹെൽത്തി എന്നുള്ളൊരു കൺസെപ്റ്റിൽ അതിൻ്റെ മൂല്യം 10 മടങ്ങ് നമുക്ക് ഒരു ഉൽപ്പാദകന് അത് നേടിയെടുക്കാനും പറ്റും. ഇപ്പം നമ്മൾ വൻകിട ക്ഷീര കർഷകർ എന്ന് പറഞ്ഞാൽ അവരിങ്ങനത്തെ മേഖലയിലൊക്കെ ഉണ്ട്. പക്ഷെ ഒരു നമ്മുടെ ചെറുകിട കർഷകർ അല്ലെങ്കിൽ മീഡിയം ലെവലിലുള്ള കർഷകർക്ക് അവർക്കൊക്കെ ഇതൊക്കെ അവലംബിക്കാൻ സാധിക്കുമോ ഈ ടെക്നിക്സ്? തീർച്ചയായും. എസ്പെഷ്യലി നമ്മുടെ ഈ ഫെർമെന്റൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ചെറുകിട കർഷകർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരാൻ പറ്റുന്ന ഒരു മേഖലയാണ്. പൊതുവേ ഇപ്പം ഈ പാൽ ഉൽപ്പാദന മേഖലയിൽ നിൽക്കുന്ന ആളുകൾ, പാല് വിറ്റ് ജീവിക്കുന്നവർ എന്തായാലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ അവൈലബിൾ ആയിട്ടുള്ള, അവർക്ക് ഉള്ള ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഫെർമെന്റൽ ഉൽപ്പന്നങ്ങളിലോട്ട് പെട്ടെന്ന് തന്നെ തിരിയാൻ പറ്റും. കാരണം അതിൽ കൾച്ചറിലുള്ള ചില ആ ഒരു ഉപയോഗിക്കുന്ന ഉറയിലുള്ള ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഈ ഉൽപ്പന്നത്തെ പ്രോബയോട്ടിക്സ് ആക്കി മാറ്റുന്നത്. അതിനുള്ള പരിശീലന പരിപാടികളും യൂണിവേഴ്സിറ്റി മാസം തോറും കൊടുത്തു വരുന്നുണ്ട് അതിന്റെ വിവിധ ക്യാമ്പസുകൾ. പിന്നെ ഈ നമ്മുടെ പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന ടെക്നിക്സ് അല്ലെങ്കിൽ അതിന് വേണ്ട ടെക്നിക്കൽ നോളേജ് ഇതിലും മാറ്റം വന്നുകൊണ്ടിരിക്കുവാണല്ലോ. അതെ. അപ്പോൾ ഇതിന് ഒരു മാർക്ക്ഡ് ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കാര്യമായ മാറ്റം എന്തൊക്കെ വന്നിട്ടുണ്ട്? അതും വലിയ ടെക്നോളജി. അതെ. ഈ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നം ഞാൻ പറഞ്ഞതുപോലെ 2 ഫേസ് ആണെങ്കിൽ ഇൻഡസ്ട്രി തലത്തിൽ അല്ലെങ്കിൽ സംസ്കരണ പ്രോസസ്സിലോട്ട് നോക്കുകയാണെങ്കിൽ പണ്ട് ഈ പാലിനോടൊപ്പം പഞ്ചസാര അല്ലെങ്കിൽ എണ്ണ, കൊഴുപ്പ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് അതിനെ ഒന്ന് ഹെവി ആക്കി മാറ്റുന്നതാണ് വാല്യൂ അഡീഷൻ എന്നുള്ളതായിരുന്നു പഴയ ഒരു കൺസെപ്റ്റ്. റിച്ച്നെസ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, അത് പാലൊരു ഹെവി ആയിട്ട് മാറണം. പക്ഷെ ഇന്നിപ്പം ഈ ട്രെയിനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് പറയുന്ന പോലെ പാലിന്റെ അകത്തുള്ള കൊഴുപ്പിനെ, ആവശ്യമുള്ള കൊഴുപ്പ്, അത് കഴിഞ്ഞുള്ള കൊഴുപ്പിനെ മാറ്റുക,
ആവശ്യത്തിനുള്ള പഞ്ചസാരയ്ക്ക് അധികമുള്ള പഞ്ചസാരയെ മാറ്റുക, ഈ അനാവശ്യമായിട്ട് ഈ ടെക്സ്ചറൈസർ അല്ലെങ്കിൽ സ്റ്റെബിലൈസർ പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക. അതായത് പാലിനെ വളരെ ലൈറ്റാക്കി മാറ്റുന്നതാണ് ഇന്നത്തെ വാല്യൂ അഡീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് കൂടുതലും ആളുകൾ ഈ ഡൈജസ്റ്റീവ് വെൽനെസ് ആണ് ഉൽപ്പന്നങ്ങളിൽ കൂടുതലും കോൺസെൻട്രേറ്റ്. കാരണം നമ്മുടെ ഒരു ദഹന വ്യവസ്ഥയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഊർജ്ജം കൊടുക്കുന്നത്. രാവിലെ നമ്മളെ വയറ് നല്ലതാണെങ്കിൽ ആ ദിവസം നല്ലതെന്ന് പറയും പൊതുവെ. അപ്പം ആ ഡൈജസ്റ്റീവ് വെൽനെസ് ആണ് ഇന്ന് വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഈ നാച്ചുറൽ ഫ്ലേവറുകൾ ചേർത്ത്, അതായത് പണ്ടൊക്കെ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഐഡന്റിക്കൽ ഫ്ലേവേഴ്സ് ആയിരുന്നു. ഇന്നിപ്പം നാച്ചുറൽ ഫ്ലേവർ, അതും ഈ പഴയതുപോലെ മാങ്ങ, പൈനാപ്പിൾ അതല്ല, കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ ബ്ലൂബെറി, ഇപ്പം പല ഉൽപ്പന്നങ്ങൾ നോക്കുമ്പോൾ നമ്മൾ പോലും കേൾക്കാത്ത തരത്തിലുള്ള പുതിയ പുതിയ ഫ്ലേവറുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ വരുന്നത് ഈ പറയുന്ന പോലെ പുതിയ സാങ്കേതിക വിദ്യകൾ, അതായത് പാസ്ചറൈസേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് തെർമൽ ബേസ്ഡ് ആണ്, ചൂട് ആസ്പദമാക്കിയുള്ള. അപ്പോൾ ചൂടാക്കുമ്പോൾ കുറച്ചൊക്കെ വിറ്റാമിനുകൾക്ക് നഷ്ടം വരുന്നുണ്ട്. പാലിന്റെ ടേസ്റ്റിലും തനതായ ഗുണത്തിലും അല്ല മണത്തിലും ചെറിയൊരു മാറ്റം വരും. അത് നിർത്തിക്കൊണ്ട് തന്നെ തനതായ മണവും ആ തനതായ വൈറ്റമിൻ കണ്ടന്റും മിനറൽ കണ്ടന്റും നിർത്തിക്കൊണ്ട് തന്നെ ഈ മെംബ്രെയിൻ പ്രോസസ്സിംഗ് പോലെയുള്ള പുതിയ പുതിയ സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അൾട്രാ ഹൈ ടെമ്പറേച്ചർ ട്രീറ്റ്മെന്റ് പോലെയുള്ള ഒരുപാട് കാലം കേടുകൂടാതെ പാലിനെ സൂക്ഷിക്കാൻ പറ്റുന്ന അങ്ങനെയുള്ള പുതിയ അൺടെസ്റ്റഡ് ബൈ ഹ്യൂമൻ, മനുഷ്യന്റെ കൈകൾ ഒന്നും കടന്നു ചെല്ലാത്ത രീതിയിൽ വളരെ ഹൈജീൻ ആയിട്ടുള്ള ഉൽപ്പന്ന നിർമ്മാണ പ്രക്രിയയിലോട്ടൊക്കെയാണ്. അതും ഒരു വാല്യൂ ആഡഡ് സംഗതിയാണ്. അതേപോലെ തന്നെ മാർക്കറ്റിങ്ങിലുള്ള ഈ പുതിയ ഓൺലൈൻ ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ്, അതും മാർക്കറ്റിംഗ് രംഗത്തുള്ളൊരു വാല്യൂ അഡീഷൻ. അങ്ങനെ എല്ലാ മേഖലകളിലും ഈ ഒരു വാല്യൂ അഡീഷൻ കൺസെപ്റ്റ് ഉൽപ്പന്ന നിർമ്മാണത്തിൽ മാത്രമല്ല അതിന്റെ പ്രോസസ്സിംഗ്, അതിന്റെ വിതരണം, അതിന്റെ കൺസ്യൂമർ പെർസെപ്ഷൻ എല്ലാത്തിനും ഒരു വാല്യൂ അഡീഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പിന്നെ ഈ വോക്കൽ ഫോർ ലോക്കൽ എന്ന് പറഞ്ഞ മാതിരി ഇപ്പം നമ്മുടെ ലോക്കലി അവൈലബിൾ സാധനത്തിന് ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി നമ്മുടെ നാടൻ പശുവിൻ്റെ പാല്, അതിൽ നിന്നുണ്ടാക്കുന്ന നെയ്യ്. ഞാനൊരു സ്ഥലത്ത് കണ്ട് 3000 രൂപ വരെയാണ് 1 കിലോ നെയ്ക്ക് വില ചോദിക്കുന്നത്. അത് കൊടുക്കാനുള്ള ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സ്ഥിതിയിൽ നമ്മുടെ ഒരു ചെറുകിട കർഷകർക്ക് വേണ്ടി സാർ എന്തോ സജസ്റ്റ് ചെയ്യും? ഈ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അവർക്ക് ചെയ്യണമെങ്കിൽ ഏത് മേഖലയിലോട്ട് അല്ലെങ്കിൽ ഏത് ഉൽപ്പന്നങ്ങളിലോട്ടാണ് അവർ പോകുമ്പം അവർക്കൊരു ലാഭം കിട്ടാനുള്ള സാധ്യതകൾ കൂടുന്നത്? നാടൻ പശുക്കളുടെ പാല് എന്ന് പറയുന്നത് തന്നെ ഒരു വാല്യൂ ആഡഡ് ഉൽപ്പന്നം തന്നെയാണ്. പക്ഷെ അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ ലഭ്യത വളരെ കുറവാണ്. അപ്പോൾ അതൊരു പൂൾഡ് ആയിട്ടുള്ള ഒരുപാട് നാടൻ പശുക്കൾ ഉള്ള ഒരു ഫാമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ അതിന്റെ സവിശേഷമായ കുറെ ഘടകങ്ങളുണ്ട്. ഇതിലൊരു കോൺട്രവേഴ്സി വരുന്നത് A1 A2 മിൽക്ക് എന്നുള്ളതാണ്. അത് പക്ഷേ ഒരു തരത്തിൽ അക്കാഡമിക് തലത്തിൽ അതിനെപ്പറ്റി ആരും അങ്ങനെ ഇപ്പോൾ ചർച്ച ചെയ്യാറില്ല. അതൊരു അമിനോ ആസിഡിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മാത്രമാണ്. അല്ലാതെ ഈ A2 പാലിന് അധികമായി എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരു കോൺട്രവേഴ്സ്യൽ ഇതാണ്. അത് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പക്ഷേ ഈ നാടൻ പശുക്കളുടെ പാലിന് അതിന്റെ വിവിധ ഘടകങ്ങളുണ്ട്. ലാക്ടോഫെറിൻ, നാച്ചുറലായിട്ട് തന്നെ ഉള്ള കുറെ ആന്റി മൈക്രോബിയൽ സബ്സ്റ്റൻസസ് ഒക്കെ വളരെ അധികം ഉള്ള ഒരു ഇതാണ് നാടൻ പാൽ. ആ ഒരു ഫോക്കസ് ചെയ്യണമെങ്കിൽ എല്ലാ പാലും ശരി തന്നെ, പക്ഷെ ആ ഒരു തനതായ ഇനങ്ങൾക്ക്, കാരണം അളവ് കുറയും തോറും ഗുണം കൂടും എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതി നോക്കുമ്പോൾ വെച്ചൂർ പശു അല്ലെങ്കിൽ കാസർഗോഡ് കുള്ളൻ പോലെയുള്ള വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് അവർ ചുരത്തുന്നത്. അപ്പം അതിൽ ഈ പറയുന്ന ലാക്ടോഫെറിന്റെ ഒക്കെ കണ്ടന്റ് അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള പ്രോട്ടീനിന്റെ മേന്മ ഫർദർ വാല്യൂ ആഡഡ് ഉൽപ്പന്നങ്ങളിലോട്ട് തിരിയാം. അതിൽ നിന്നുണ്ടാക്കുന്ന യോഗട്ട്, തൈര് അല്ലെങ്കിൽ അതിന്റെ ചീസ്, ഇവനിപ്പോൾ ആട്ടിൻ പാലിന്റെ ചീസൊക്കെ വളരെ പോപ്പുലർ ആയിട്ട് വരികയാണ്. ഫീറ്റ ടൈപ്പ്, ഉപ്പ് രസമുള്ള ഫീറ്റ ടൈപ്പ് ചീസൊക്കെ വളരെ. അതേപോലെ തന്നെ ഈ നാടൻ പശുവിന്റെ പാലിൽ നിന്ന് അത്തരം ചീസ് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം. നാടൻ പശുവിന്റെ നെയ്യ് ഉണ്ടാക്കാം. പക്ഷേ ഒരിക്കലും ഇവിടെ ഒരു മിഥ്യാധാരണയും കൂടെ ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഈ നാടൻ പശുവിന്റെ നെയ്യ് A2 നെയ്യ് എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നുണ്ട്. ഈ A1 A2 എന്ന് പറയുന്നത് പ്രോട്ടീനുമായിട്ട് ലിങ്ക് ചെയ്തതാണ്. നെയ്യ് എന്ന് പറയുന്നത് വെറും കൊഴുപ്പാണ്. അപ്പോൾ കൊഴുപ്പിൽ A2 നെയ്യ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. അപ്പോൾ ഈ 3000 രൂപയൊക്കെ A2 എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്നത് ഉപഭോക്താക്കൾ കുറച്ചും കൂടെ ഒന്ന് അവയർനെസ് വരുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ അതിലോട്ട് പോകുന്നില്ല. അപ്പം ഈ രീതിയിൽ പക്ഷെ അതിന്റെ ഒരു മേന്മ അവിടെ ഉണ്ട്. ആ മേന്മ നമുക്ക് കുറച്ചും കൂടെ ഒരു എൻകാഷ് ചെയ്യാൻ പറ്റും. അതിനെ നമുക്കൊരു പൈസയൊക്കെ അല്ലെങ്കിൽ ഒരു മൂല്യവർദ്ധിത ഇതാക്കി മാറ്റാൻ പറ്റും. പിന്നെ താങ്കൾ സൂചിപ്പിച്ചായിരുന്നു ഇപ്പം പ്രോബയോട്ടിക്സ് ആണ് ഇപ്പോഴത്തെ ഫങ്ഷണൽ ഫുഡിൽ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്നത്. അത് ചെറുകിട കർഷകർക്കും വേണമെങ്കിൽ ചെയ്യാൻ സാധ്യമാണ് ഇന്നത്തെ. തീർച്ചയായും. തിരുവനന്തപുരത്തെ ക്യാമ്പസിലും ഈ പ്രോബയോട്ടിക്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഫെർമെന്റൽ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, പ്രോബയോട്ടിക് ഐസ്ക്രീം, പ്രോബയോട്ടിക് ചീസ് പോലെയുള്ള ഉൽപ്പന്നങ്ങളും ഇവൻ പ്രോബയോട്ടിക് പാനീയങ്ങൾ, അതും ഒരു പുതിയ ട്രെൻഡാണ്. ചീസ് ഡ്രിങ്കുകളൊക്കെ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ, മറ്റു രാജ്യങ്ങളിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വരുന്നുണ്ട്. പാനീയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽ കൊണ്ട് തന്നെ, ബിവറേജസ് പോലെ പാലുകൊണ്ട് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ പറ്റും. പിന്നെ എനിക്കൊന്ന് ആഡ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, വിദേശ രാജ്യങ്ങളൊക്കെ ചെന്നാൽ
ആൽക്കഹോളിക് ലാക്റ്റിക് ഫെർമെന്റഡ് പാൽ ഉൽപ്പന്നങ്ങൾ അവൈലബിൾ ആണ്. അവിടെ ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്റ്റിന്റെ ഫെർമെന്റേഷൻ കൊണ്ടാണ്. പക്ഷെ അത്തരം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ മാർക്കറ്റിംഗിൽ കുറെ റെസ്ട്രിക്ഷൻ ഉള്ളതായി കാണുന്നു. പക്ഷേ അത്തരം ഉൽപ്പന്നങ്ങൾക്കും കൂടെ ഇന്ത്യയിൽ ഒരു മാർക്കറ്റിങ്ങിനുള്ളൊരു അനുവാദം കിട്ടുകയാണെങ്കിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ കേഫിർ ക്യുമിസ് എന്നൊക്കെ പറയുന്ന ഉൽപ്പന്നങ്ങളുണ്ട്. വളരെയധികം ആരോഗ്യദായകമായ സവിശേഷമാണ്. ഈസ്റ്റിന്റെയും പ്രോബയോട്ടിക് ബാക്ടീരിയങ്ങളുടെയൊക്കെ ഒരു ആകത്തുകയുള്ള ഒരു ഉൽപ്പന്നമാണ് ഈ കേഫിർ ക്യുമിസ്. അപ്പോൾ അത്തരം ഉൽപ്പന്നങ്ങളൊക്കെ മറ്റുള്ള രാജ്യങ്ങൾ വളരെ പോപ്പുലറാണ്. ഇന്ത്യയിലും ആ ഉൽപ്പന്നങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഉൽപ്പന്നങ്ങളിലോട്ടും കുറച്ചും കൂടെ ഈ പറയുന്ന ഇതിലോട്ട് കടന്നു വരുന്നവർ ഫോക്കസ് ചെയ്യണമെങ്കിൽ നല്ലൊരു വിപണി അല്ലെങ്കിൽ ഒരു പുത്തൻ ഉണർവ് തന്നെ ഈ മേഖലയിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. രജീഷ് സാർ, ഈ ഒരു മേഖല നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇപ്പം വെല്ലുവിളികൾ കുറച്ച് കുറഞ്ഞു വരികയാണ്. നമ്മൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അപകടമാണ് എന്ന് പറയുമ്പോഴും ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഇപ്പോൾ യോഗർട്ട് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് ഒക്കെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലൊരു ചെറുകിട കർഷകൻ അല്ലെങ്കിൽ ഒരു ചെറുകിട സംരംഭകൻ ഈ മേഖലയിലോട്ട് ഇറങ്ങുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി വിപണിയാണ്. പലപ്പോഴും നമ്മൾ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും പക്ഷെ അതിന് ഒരു വിപണി വരാതിരിക്കുമ്പോൾ അവൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ ഒരു ഡിപ്രീസിയേഷൻ, അസറ്റൊക്കെ നഷ്ടത്തിലോട്ട് പോവുകയും പലരും പിന്തിരിഞ്ഞു പോകുന്നതിനുള്ള ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺസ്യൂമറിനെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മാർക്കറ്റിംഗ് കൂടുതൽ വലുതാക്കാൻ പറ്റും. പിന്നെ കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ എല്ലാം സോഷ്യൽ മീഡിയയുടെ സഹായം ഈ കാലഘട്ടത്തിൽ അത്യാവശ്യമാണ്. ഈ ഒരു പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കൂടി തന്നെ ഒരു അവയർനെസ് കൊണ്ടുവന്ന് പുതിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടെ ഈ യാക്കുൾട്ട് പോലത്തെ പുതിയ ഇന്നോവേറ്റീവ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരിക, അത് ഇതാണ്. പിന്നെ ഈ ഒരു ഉൽപ്പന്നം ഒരു സിനിമ പോലെ തന്നെയാണ്. ഒരു സിനിമ ഒരു നല്ല ഡയറക്ടറും നല്ല ക്യാമറാമാനും വന്ന് ഒരു ഉൽപ്പന്നം വെളിയിറങ്ങുമ്പോൾ അത് ജനങ്ങൾ ഇഷ്ടപ്പെടണം എന്നുള്ളതില്ല. അതേപോലെ തന്നെയാണ് ഒരു ഉൽപ്പന്നം ഇറങ്ങുമ്പം സ്വീകാര്യത എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വസ്തുത. അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ഫെർമെന്റഡ് മിൽക്ക് പ്രോഡക്റ്റിന് കൂടുതലും സ്വീകാര്യത വരുന്നതെന്ന് പറഞ്ഞാൽ പൗരാണികമായി തന്നെ ഒരു അക്സെപ്റ്റൻസ് ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഓൾറെഡി ഉള്ളതാണ്. അപ്പൊ അതിലെന്ത് സവിശേഷത കൊണ്ടുവന്നാലും ജനങ്ങളത് ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അപ്പൊ അത്തരം ഉൽപ്പന്നങ്ങളോട് കൂടുതൽ ഫോക്കസ് ചെയ്യുക. പിന്നെ ഈ ഇറങ്ങുന്നവർക്ക് ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഈ ചെറുകിട സംരംഭകർ ഒരു മിനിമം രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഉൽപ്പന്നങ്ങൾ വരിക, ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗ് അവരുടെ റിട്ടേണിൽ നിന്നുകൊണ്ട് അവരുടെ ആ ഒരു ഉൽപ്പന്ന നിർമ്മാണ ശൃംഖല വലുതാക്കി കൊണ്ടുവരിക. ഇതൊക്കെ ശ്രദ്ധിച്ചു പോയാൽ നമുക്ക് തീർച്ചയായും സാധിക്കും. ഇതിനുവേണ്ടിയുള്ള എക്യുപ്മെന്റിന്റെ സെലക്ഷൻ, അതിന്റെ പ്രോസസ്സിംഗ്, ഈ പറയുന്ന പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പരിശീലന പരിപാടിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പം സർവകലാശാല തന്നെ ഈ പറയുന്ന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻക്യുബേറ്ററുകളൊക്കെ സർവകലാശാല തന്നെ നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. വളരെ എക്കണോമിക്കലായിട്ടുള്ള റേറ്റിൽ തന്നെ കൊടുക്കുന്നുണ്ട്. ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു സംരംഭകന് ഒരു പരിശീലനം ഈ മേഖലയിൽ വേണമെങ്കിൽ സർവകലാശാല തീർച്ചയായും സർവകലാശാലയുടെ മണ്ണുത്തി ക്യാമ്പസിലും തിരുവനന്തപുരം ക്യാമ്പസിലും പൂക്കോടും ഇടുക്കി ക്യാമ്പസിലും ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ഡോക്ടർ രജീഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് നമ്മൾ പാലും പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് ഇത്രയും ചർച്ച ചെയ്ത് വളരെ നന്ദി. നന്ദി സർ, താങ്ക് യു. പാലും പാലിന്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അവയുടെ സാധ്യതകളെയും കുറിച്ചൊക്കെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഡയറി സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആർ രജീഷ് പറഞ്ഞു തന്ന കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തോട് ഇതുവരെ സംസാരിച്ചത് ഷിബു ജോർജ്.